ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഈസ് എ യൂട്യൂബർ ഹൗ ഐ ആസ്ക്ഡ് ബ്രാൻഡ്സ് ഫോർ എ കൊളാബറേഷൻ ആൻഡ് വാട്ട് ഹാപ്പൻഡ്. ഇഫ് യു ആർ എ ന്യൂ യൂട്യൂബർ, നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ റിലേറ്റഡ് ടു സം ബ്രാൻഡ്സ് പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 to 5 years ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ക്രോസ് ലൈൻ വരെയും എനിക്ക് യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. ബട്ട് അന്നും ഇന്നും എനിക്ക് വളരെ ജെനുവനായിട്ട് തോന്നിയ അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെയ്ക്കും മടിച്ചിട്ടില്ല. ഞാൻ മുൻപ് കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് 1 month ഒക്കെ എടുത്തിട്ട് റിവ്യൂ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചിലതൊക്കെ വിത്തിൻ 1 week എനിക്ക് ഇത് കൊള്ളാം എന്ന് തോന്നിയത് വളരെ ജെനുവനായിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പ്രോഡക്ട്സ് തന്നെയായിരുന്നു. ലൈക്ക് സെബാമെഡ് സോപ്പ്, അങ്ങനെ ഒരുപാട് ക്രീമുകൾ, ലൈക്ക് പിമ്പിൾസിനുള്ളത്, ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഒത്തിരി. അതെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് തന്നെ, ഈവൻ മേക്കപ്പ് പ്രോഡക്ട്സ് വരെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് തന്നെയാണ് നമുക്കത് ജെനുവൻ ആയിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തു, വൈ കാണ്ട് ഐ കൊളാബറേറ്റ് ലൈക്ക് ദ പ്രോഡക്റ്റ് വിച്ച് ഐ ലവ്. ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡഡ് കമ്പനി, ഇനി ബ്രാൻഡഡ് അല്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി വെറും സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സായ നമ്മളെപ്പോലെയുള്ളവരെയൊക്കെ ഇങ്ങോട്ട് അന്വേഷിക്കും എന്ന് കരുതിയിരിക്കുന്നതാണെങ്കിൽ യു ആർ റോങ്. ഞാൻ പറയും, നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുൻപോട്ട് പോകണം. അതിന് ഞാൻ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. In the beginning, I didn't wait for the brands to come. Instead, I messaged them directly. ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യാനോ ഞാൻ അവർക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ബ്രാൻഡ്സ്, എനിക്ക് കുറച്ചുകൂടെ, ഞാൻ എപ്പോഴും എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് വളരെ റീസണബിൾ പ്രൈസിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് ഞാൻ ഇതുവരെയ്ക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ കുറച്ചുകൂടെ ബെറ്റർ ഏതാണോ ഞാൻ അങ്ങനെയുള്ള ബ്രാൻഡുകൾ മാത്രമേ ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈവൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ തന്നെയാണ്. ഞാൻ മാക്സിമം എൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമാണ് പ്രോഡക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വ്ലോഗായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് ഇടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ആണെങ്കിൽ പോലും റീൽസ് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. ലൈക്ക് പ്രോഡക്ട്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ ബേസിക്കലി ഞാൻ ചാനലിലിടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അതിൽ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ആ ഒരു സമയത്ത് ഫോളോവേഴ്സ് കുറവാണ്, ഈവൻ യൂട്യൂബിലും ആ ഒരു സമയത്ത് ഫോളോവേഴ്സ് കുറവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അന്വേഷിച്ചത് ഏതൊക്കെ ബ്രാൻഡ്, ലൈക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം ബ്രാൻഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുണ്ട്. അങ്ങനെ ഒരു 3-4 ബ്രാൻഡിൻ്റെ പേര് ഞാനെല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചു. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് അതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തു. ഇതിൻ്റെ കമ്പനി എവിടെയാണ്, അതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കോണ്ടാക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ബ്രാൻഡഡ് കമ്പനികളിലൊക്കെ ലൈക്ക് ഡയറക്റ്റ് മെസ്സേജ് ത്രൂ വാട്സപ്പ് ഉണ്ടായിരുന്നു, അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് മെയിൽ ID ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഡയറക്റ്റ് കോൾ, ലൈക്ക് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്കൊന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് കോൾ ചെയ്തപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അതിനുശേഷം ഞാൻ അവരുടെ ഫോൺ നമ്പർ നോക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യാൻ, അതായത് ചില ബ്രാൻഡുകളിൽ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യാനും ചില ബ്രാൻഡുകളിൽ നമുക്ക് ഡയറക്റ്റ് അവരായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളത് വളരെ കഠിന പ്രയാസമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അവരത് അതിനോടൊട്ടും യോജിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ശരി, ഓക്കെ, എനിക്ക് ചിലപ്പം അവർ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇതിൻ്റെ പ്രോപ്പർ വേ. മേ ബി ദേ ആർ ലൈക്ക് അവർ ഡയറക്റ്റ് വലിയ യൂട്യൂബേഴ്സിനെ സെർച്ച് ചെയ്ത് അവർ തന്നെ ഡയറക്റ്റ് കൊളാബറേഷൻ കൊടുക്കുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് തോന്നി അതങ്ങനെയല്ല, നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് മുൻപോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ നല്ലൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തു. നമ്മളിങ്ങനെ കണ്ട ബ്രാൻഡിലേക്കൊന്നും അയക്കാൻ പാടില്ല. നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്, ശരി, ഓക്കെ, ഇത് ലൈക്ക് റീസണബിൾ പ്രൈസ് ആണ്, അഫോർഡബിൾ ആണ്, ഈസി ടു അവൈലബിൾ, ലൈക്ക് ഇത് അവൈലബിൾ ആണ്, ഈസി ടു ഗെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സിന് നമുക്കിത് പരിചയപ്പെടുത്താം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുള്ളൊരു പ്രോഡക്റ്റ് കമ്പനി നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മെയിൽ ID, എനിക്ക് ഇതുവരെയും മെയിലിന് മാത്രമേ റിപ്ലൈ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു നല്ലൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഐ ലവ് യുവർ പ്രോഡക്റ്റ്, ഐ വുഡ് ലൈക്ക് ടു കൊളാബറേറ്റ് വിത്ത് യുവർ ബ്രാൻഡ്,
I have a YouTube channel from these years, since these years. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽസും വ്ളോഗും മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. യു ക്യാൻ ചെക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ നല്ലൊരു മെസ്സേജ്, അതായത് നല്ലൊരു ഇമെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവർക്കത് വായിക്കുമ്പോൾ ശരി, ഓക്കെ, ഇത് ജെനുവിനാണ്, നമ്മൾ ജെനുവിനായിട്ട് തന്നെ വേണം ചെയ്യാനും. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു 7-8 ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇത് ട്രൈ ചെയ്തത്. അങ്ങനെ ഞാൻ മെയിൽ അയച്ചിട്ട് 1 day 2 day 3 day ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, എനിക്ക് റിപ്ലൈ ഒന്നും വരുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ ശരി, ഓക്കെ, ലൈക്ക് മേ ബി അവർക്ക് പെർ ഡേ വരുന്നത് നമ്മളുടെ ഒരാളുടെ മെയിൽ ആയിരിക്കത്തില്ല, ഒത്തിരി പേരുടെ മെയിൽ വരുന്നുണ്ടായിരിക്കും. ശരി, ഓക്കെ, വൈ കാണ്ട് ഐ ട്രൈ അഗെയിൻ. അപ്പം ഞാൻ ആലോചിച്ചു ശരി, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും മെയിൽ അയച്ചു. അപ്പം ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക, ഇങ്ങനെ പൊളൈറ്റായിട്ട് നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ ഇന്ന പ്രോഡക്ട്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതെൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നുള്ള രീതിയിലെല്ലാം ഞാൻ മെസ്സേജ് ത്രൂ ഞാൻ അങ്ങനെ പറഞ്ഞു. മെസ്സേജ് അല്ല, ഞാൻ മെയിൽ ത്രൂ ഇങ്ങനെ പറഞ്ഞു. ഒത്തിരി വാട്സപ്പ് ചാറ്റിൽ കൂടെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താ പറയുക, ലൈക്ക് 1 day ലൈക്ക് രാവിലെ ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന വാട്സപ്പ് ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെയിലൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നു. അങ്ങനെ മെയിലിനൊരു റിപ്ലൈ വന്നു. സോ വെൻ ഐ ഗെറ്റ് റിപ്ലൈ ഐ വാസ് സോ ഹാപ്പി. എനിക്ക് അവരുടെ ലൈക്ക് എന്ത് റിപ്ലൈ ആണെങ്കിൽ പോലും, അതായത് അവർക്ക് താല്പര്യമുണ്ടോ എന്നാണെങ്കിലും ഇല്ല എന്നാണെങ്കിലും ഒരു റിപ്ലൈ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ടുക്ക് ടൈം, ദേ ടുക്ക് ഫ്യൂ മിനിറ്റ്സ് ടു റീഡ് അവർ മെസ്സേജ് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ രാവിലെ തന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ശരി, ഓക്കെ, അവർ കുറച്ചൊരു PR പ്രോഡക്ട്സ് എനിക്ക് അയച്ചു തരാം. എൻ്റെ ലൈക്ക് ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്കും പിന്നെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു കൊളാബ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് എ കൊളാബ്, ഇറ്റ് വാസ് നോട്ട് എ കൊളാബ്, ലൈക്ക് ഞാൻ ചെയ്ത ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അവരെനിക്ക് തന്നത് അവരുടെ കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് അയച്ചു തരാം, ടോട്ടലി ഫ്രീ, യു ക്യാൻ മേക്ക് എ ജെന്യുവിൻ റിവ്യൂ, അങ്ങനെയാണ് എനിക്ക് അയച്ചു തന്നത്. എന്നിട്ട് എനിക്ക് സെലക്ട് ചെയ്യാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെനിക്ക് ചൂസ് ചെയ്തത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യാമെന്നും പറഞ്ഞു. ലൈക്ക് ഞാൻ എത്രമാത്രം സന്തോഷപ്പെട്ടു എന്നുള്ളത് എനിക്ക് നമ്മളെക്കൊണ്ടും പറ്റും. അതായത് വളരെ കുറച്ച് വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലിൽ, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ചാനലിൽ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ശരി, ഓക്കെ, ഞാൻ തിരിച്ചവർക്ക് റിപ്ലൈ കൊടുത്തു. ഞാൻ ഹാപ്പിയാണ്, നിങ്ങളുടെ ഇങ്ങനെ ഒരു റിപ്ലൈയിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ അഡ്രസ്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു 1 week ഒക്കെ എടുത്തിട്ട്, അതായത് ഒരു 7 to 8 days എടുത്തിട്ടും പ്രോഡക്റ്റ് ഒന്നും വരുന്നില്ല. നമ്മളെങ്ങനെയാണ് അങ്ങോട്ട് കയറി വീണ്ടും പ്രോഡക്റ്റ് കിട്ടിയില്ലല്ലോ എന്ന് അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ വന്നില്ലല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞൊരു 10 to 15 days ആയപ്പോഴത്തേക്കും വീട്ടിലൊരു കൊറിയർ വന്നു. അപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒത്തിരി പ്രോഡക്റ്റ്സ് ഓൺലൈൻ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ എന്തെങ്കിലും ആകാം എന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പം ഇതേപോലെ ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ. ഒരു 5 shade ലിപ്സ്റ്റിക്ക് എനിക്ക് ഫ്രീ ആയിട്ട് അവർ അയച്ചു തന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു ഐലൈനർ, അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് അവരെനിക്ക് അയച്ചു തന്നു. ഞാനിതിൻ്റെ എല്ലാം ഷോർട്സ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനത് ഏത് കമ്പനിയാണെന്ന് കൂടെ പറയാം. വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡാസ്ലർ കമ്പനിയാണ്. ഡാസ്ലറിൻ്റെ പ്രോഡക്ട്സ് ഒരുവിധവും എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഫ്രം മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുഞ്ഞുനാളിലെ മുതൽ ഞാൻ ഡാസ്ലറിൻ്റെ കൺമഷിയാണ് എഴുതുന്നത്. അന്ന് മുതൽ ഒരു രീതിയിലുള്ള കംപ്ലയിൻസും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഡാസ്ലർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത് അവരുടെ ലിപ്സ്റ്റിക്കാണ്, അതുപോലെ കോമ്പാക്ട് പൗഡറാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവരുടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കറൻ്റ്ലി റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ലിപ്സ്റ്റിക്ക്. അപ്പം DL0025-ൻ്റെയൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു 5 shade അവർ അയച്ചു തരുന്നത്. അതിനോടൊപ്പം തന്നെ ഐലൈനർ, മറ്റു കാര്യങ്ങൾ, ഒരു കാർഡ്, അവരുടെ ബ്രാൻഡ് തന്നെ കൊളാബറേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചതിൽ താങ്ക്സ് വരെ പറഞ്ഞിട്ട് എനിക്കൊരു കാർഡ് കൂടെ അവർ അയച്ചു തന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ഇടണോ, റീൽസ് ആയിട്ടിടണോ, ഒന്നും എനിക്ക് അങ്ങോട്ട് എന്താ പറയുക,
ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ, എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാതെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. അപ്പോൾ ഞാൻ വെച്ചാൽ ശരി, ഓക്കെ, വീഡിയോ എടുക്കാം. ഞാൻ ഫസ്റ്റ് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു, ഒരു 2 to 3 minutes വീഡിയോ എടുത്തു. ശേഷം ഞാൻ ഓരോ പ്രോഡക്റ്റും റീൽസ് ആയിട്ട് ഇടുകയാണ് ചെയ്തത്. ഒത്തിരി വ്യൂസും അല്ലെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ റീൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വളരെ കുറച്ച്, അതായത് 1K താഴെ മാത്രം വ്യൂസ് ആ റീൽസുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും അവരെനിക്ക് ഒരു ഇതുകൂടെ അയച്ചു. അതായത് ഞാൻ അങ്ങോട്ടേക്ക് ഒരു റിപ്ലൈ അയച്ചു, ഞാനിങ്ങനെ പ്രോഡക്റ്റ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, വളരെ ജെനുവിൻ ആയിട്ടുള്ള മറുപടി ഇട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന നാളെ മുതൽ ഡാസ്ലറിൻ്റെ ഉപയോഗിക്കുന്നതാണ്. ഇതിന് മുൻപും ഞാൻ ഡാസ്ലറിൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് ലൈക്ക് ഓരോ പ്രോഡക്ട്സിനെയും കുറിച്ച് ഇട്ടിട്ടുണ്ട്, ഇതും ഞാൻ ജെനുവിൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു റിപ്ലൈ കൊടുത്തു. അതിനെനിക്ക് തിരിച്ചു വന്ന മറുപടി ലൈക്ക് ദേ അപ്രീഷിയേറ്റ് മീ, ലൈക്ക് ചെറിയ ചാനലാണെങ്കിൽ പോലും ഞങ്ങളുടെ ബ്രാൻഡിനോട് കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ സംബന്ധിച്ച് അതായത് ഒരു 1K ആവാൻ വേണ്ടി ഞാനെടുത്ത സ്ട്രഗിള്, സ്റ്റിൽ 4000 വാച്ച് അവേഴ്സ് ആവാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിള്, അതൊന്നും അത് ചെയ്യുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ ഇപ്പോൾ ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എന്തായി ചാനൽ, അങ്ങനെ മാത്രമേ ഒരു ചോദ്യമുള്ളൂ. അതിൻ്റെ പുറകിലുള്ള സ്ട്രഗിളോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഒന്നും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യുന്നതാണോ ഇല്ലയോ ആർക്കും ഒന്നിനെക്കുറിച്ചും അറിയണ്ട. ബട്ട് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു അപ്രീസിയേഷൻ, അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവരെൻ്റെ ചാനലിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇത്രയും കുറഞ്ഞ വ്യൂവേഴ്സ് ഉണ്ടായിട്ടും ഇത്രയും കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡിനോട് കാണിച്ച ആ ഒരു മമതയ്ക്ക് അവർ താങ്ക്സ് പറഞ്ഞിട്ട് എനിക്ക് കിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് ഞാനും എന്തൊക്കെയോ ആണ്, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട വളരെ കുറച്ച് ബ്രാൻഡുകൾക്കെല്ലാം ഞാൻ ഇതുപോലെ മെസ്സേജ് അയക്കുകയും റിപ്ലൈ ചെയ്യുകയും അവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ സ്റ്റിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലൈക്ക് കുറച്ച് പേര് നമുക്ക് റിപ്ലൈ തരും, സംബഡീസ് വിൽ നെവർ റിപ്ലൈ, ലൈക്ക് അവർക്ക് താല്പര്യമില്ല എന്ന് പോലും റിപ്ലൈ തരില്ല. പിന്നെ ചില ബ്രാൻഡൊക്കെ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മെസ്സേജ് അയച്ചാലും മതി എന്ന് കുറച്ച് യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. ബട്ട് പേഴ്സണലി എനിക്ക് ഐ എം നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ദാറ്റ്. ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്, ഞാനിങ്ങനെ കൊളാബിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതുവരെയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതും പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെനിക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് തരാമെന്നൊന്നും പറഞ്ഞില്ല, 30% ഓഫറിൽ എനിക്ക് പ്രോഡക്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ ആ പ്രോഡക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു 30% ഇളവിൽ ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഞാൻ തന്നെ ഉപയോഗിച്ച് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഫോർ മോർ വീഡിയോസ് മാത്രമല്ല വ്ളോഗും ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. ഇഫ് യു ലൈക്ക് മൈ എക്സ്പീരിയൻസ്, ഞാൻ അവർക്ക് അയച്ച എക്സാക്റ്റ് മെയിൽ എന്തായിരുന്നു എന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.